പവിത്രത്തെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ദീപ്തിയും കൊണ്ട് വേദ വാസവൻ്റെ വീട്ടിലെത്തുകയാണ്. ദീപ്തിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ കരച്ചിൽ തന്നെ. വരുണിൻ്റെ ബോഡിയുടെ മുകളിൽ കിടന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ വരുണിൻ്റെ അമ്മയും ദീപ്തിയും ആകപ്പാടെ കരച്ചിലും ബഹളമാണ്. ഈ സമയത്താണെങ്കിൽ വേദയാണെങ്കിൽ ശ്രീകാന്തിനെ വന്ന് കാണുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ഈ അവസരം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ടല്ലേ. നിങ്ങളാണെങ്കിൽ വിക്രത്തിനെതിരെ പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കുക, വിക്രമാണ് വരുണിനെ കൊന്നത്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, അത് അല്ലേ സത്യം, ഞങ്ങളാരും പറഞ്ഞതല്ലല്ലോ. വരുണിനെ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ ഇതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് വേദ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു സംശയത്തോടെ ചന്ദ്രശേഖരനെ നോക്കുന്നുണ്ട്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, ഇതൊക്കെ അവരുടെ സംശയം മാത്രമല്ലേ, അത് തെളിവ് വേണമല്ലോ, അത് തെളിയിക്കട്ടെ എന്ന് ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ കർമ്മങ്ങളും എല്ലാം കഴിയുമ്പോഴത്തേക്കും ദീപ്തിയാണെങ്കിൽ മാനസികമായി നന്നായിട്ട് തകർന്നിട്ടുണ്ട്. അപ്പോഴും ദീപ്തി വിചാരിക്കുന്നത് വിക്രം വരുണിനോടുള്ള വിരോധം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അതിന് ശ്രീകാന്ത് ദീപ്തിയെ പറഞ്ഞ് കൂടുതൽ വിക്രത്തിനും വേദയ്ക്കും എതിരെ തിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വേദയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ വരുണിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വാസവനാണെങ്കിൽ എല്ലായിടത്തും അനുയായികളെല്ലാം വിളിച്ചിട്ട് പറയുകയാണ്, എനിക്ക് അവനെ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം, വിക്രത്തെ. അവൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് പറയണം. അങ്ങനെ വിക്രത്തെ തിരക്കി എല്ലാവരും നടക്കുകയാണ്. വിക്രം എവിടെ കണ്ടാലും വിക്രത്തെ പിടികൂടണം, അല്ലെങ്കിൽ അന്നേരെ കൊല്ലണം എന്നുള്ള ഒരു കാര്യമാണ് വാസവൻ പറഞ്ഞിരിക്കുന്നത്. വാസവനാണെങ്കിൽ നേരെ വിക്രത്തിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. വിക്രത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് മാഷിനോട് ചോദിക്കുന്നുണ്ട്, അവൻ എവിടെയാണ്, എൻ്റെ മോനെ കൊന്നിട്ട് അവൻ എവിടെ പോയാൽ ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഏത് പാതാളത്തിൽ ഒളിച്ചിരുന്നാലും ഞാൻ അവനെ കണ്ടുപിടിക്കുമെന്ന് പറയാണ്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടില്ല, അത് ഉറപ്പാണ്. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് നിങ്ങളിവിടെ വന്ന് എന്നോട് ഇത്രയും പറയുന്നത്. എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് വാസവൻ പറയാണ്, ഇനി നിങ്ങളുടെ ന്യായീകരണമോ അവൻ്റെ പക്ഷം ചേർന്ന് എന്നോട് വാദിക്കാനോ ഒന്നും വരണ്ട. എൻ്റെ മോൻ്റെ ജീവൻ എന്തായാലും പോയി. ഇനി അവൻ അതിന് കാരണക്കായ അവൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ട എന്ന് പറയാണ്. അപ്പം മാഷ് പറയുകയാണ്, അതിന് നിങ്ങൾ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ എൻ്റെ മോനാ കൊന്നേന്ന്. അപ്പോൾ വാസവൻ പറയാനാണ്, അതിന് തെളിവൊന്നും വേണ്ട, എൻ്റെ മോനെ കൊന്നത് അവനാണെന്ന് പലരും കണ്ടവരുണ്ട്. ഇനി അവൻ്റെ ജീവൻ മാത്രം എനിക്ക് മതി എന്ന് പറയാണ്. അങ്ങനെ മാഷും വാസവനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു. വാസവൻ അവസാനം മാഷിൻ്റെ കൊങ്ങയിൽ കയറി പിടിച്ചിട്ട് പറയാണ്, ഇനി നിങ്ങളെ കൊന്നിട്ടാണെങ്കിലും അവനെ ഞാൻ എൻ്റെ മുന്നിൽ വരുത്തും എന്ന് പറയാണ്. വാസവനാണെങ്കിൽ മാഷിനെ കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശ്രീജയും നന്ദിനിയും കമലമ്മയൊക്കെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അപ്പോഴത്തേക്ക് വിഷം വന്ന് പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് വിഷത്തിൽ ചവിട്ടി തള്ളിയിടുന്നുണ്ട്. ആകപ്പാടെ ബഹളമായിട്ട് നടക്കണേ. ഇതൊക്കെ കണ്ട് കമലമ്മ ആകപ്പാടെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. അപ്പം വാസവൻ പറയുന്നുണ്ട്, ഇതൊന്നുമല്ല നിങ്ങളുടെ മോന് ഞാൻ വെച്ചിട്ടുള്ളത്, അവൻ്റെ ജീവൻ തന്നെ ഞാൻ എടുത്തിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ അവൻ എൻ്റെ മുന്നിൽ വരുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ അവനെ കിട്ടാൻ വേണ്ടി നിങ്ങളെ വേണമെങ്കിൽ തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണിയൊക്കെ മാഷിൻ്റെ അടുത്ത് മുഴക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കമലമ്മ ആകപ്പാടെ ഭയക്കുന്നുണ്ട്. അങ്ങനെ വാസവൻ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് കമലമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാതായി വീഴുന്നുണ്ട്. അപ്പോഴത്തേക്ക് മാഷാണെങ്കിൽ ഓടി വന്ന് കമലയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശ്രീജയും എല്ലാവരും വന്ന് കമലയെ തട്ടി ഉണർത്താൻ നോക്കുന്നുണ്ട്. പക്ഷേ കമലയ്ക്ക് ബോധം വീഴുന്നില്ല. അങ്ങനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ആകപ്പാടെ ഭയന്ന് വിറച്ചാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. ഈ സമയത്തും നമ്മുടെ വിക്രം ഒളിവിലാണ്. അങ്ങനെ ശ്രീജയാണെങ്കിൽ വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാസവൻ്റെ ആൾക്കാർ വിക്രത്തെ തിരക്കി നടക്കുകയാണ്. മാത്രമല്ല വീട്ടിൽ വന്ന് അച്ഛനെ ഉപദ്രവിക്കാനൊക്കെ നോക്കി. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നിന്ന് അമ്മ തലറങ്ങി വീണ്. ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റലാണ്, അമ്മയ്ക്ക് സുഖമില്ല. അപ്പോഴത്തേക്ക് വേദയ്ക്ക് ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. വിക്രത്തെ അവരെ കൈ കിട്ടി കഴിഞ്ഞാൽ കൊന്നു കളയുമെന്നാണ് പറഞ്ഞേക്കുന്നതെന്ന് ശ്രീജ പറയുന്നുണ്ട്. അങ്ങനെ വേദ ആകപ്പാടെ ടെൻഷനാണ്. പക്ഷേ വേദ കമലമ്മയെ കാണാൻ ഓടി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് ശ്രീജയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാസവൻ്റെ മോനെ അന്ന് കുത്തിയ രാത്രിയിൽ വിക്രം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് വിക്രമാണ് കുത്തിയതെന്ന്. പക്ഷേ അവൻ ആ സമയത്ത് ക്ലബിലായിരുന്നു. ഇതാര് പറഞ്ഞെന്ന് വേദ ചോദിക്കുന്നുണ്ട്. അന്ന് വിക്രം ഞങ്ങളോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് അച്ഛനാണ് പറഞ്ഞത് ഇവിടുന്ന് മാറി നിൽക്കാൻ, ആരുടെയും കൈപ്പെടേണ്ട, കൊടുക്കാനുള്ള പ്ലാനാണ് അച്ഛനാ പറഞ്ഞതെന്നുള്ള കാര്യം ശ്രീജ വേദയോട് പറയുന്നുണ്ട്. മാത്രമല്ല അവനല്ല അത് ചെയ്തതെന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് രാജേട്ടൻ്റെ കൂടെയും അനിയൻകുട്ടൻ്റെ കൂടെയൊക്കെ ആയിരുന്നെന്ന് ശ്രീജ വേദയെടുത്ത് പറയുന്നുണ്ട്. അപ്പം വേദ പറയാണ്, എനിക്കും തോന്നി ഇത് വിക്രത്തെ കൊടുക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് വേദയും പറയുന്നുണ്ട്. അങ്ങനെ കമലമ്മ കയറി കാണുന്നുണ്ട്. കമലമ്മ ഭയങ്കര സങ്കടവും കരച്ചിലും, എൻ്റെ വിക്രത്തിന് എന്തെങ്കിലും പറ്റുമോ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയണം, ഒന്നും പറ്റത്തില്ല അമ്മ, അമ്മ വിഷമിക്കേണ്ട, വിക്രത്തിന് ഒരാപത്തും പറ്റത്തില്ല, വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മാഷും വേദയെടുത്ത് പറയുന്നുണ്ട്, മോളെ വിക്രത്തെ കൊടുക്കാൻ ആരോ മനഃപൂർവ്വം ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയതാണ്, വിക്രം ആ സമയത്ത് അവിടെ ഇല്ലെന്ന് എന്നോട് പറഞ്ഞതാണ്, അപ്പം അത് കള്ളമായിരിക്കത്തില്ല. അപ്പം വേദയും പറയുന്നുണ്ട്, അച്ഛാ ഇത് വിക്രത്തെ കൊടുക്കാൻ തന്നെയാണ്,
ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല, അതിനെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് വേദയും പറയുന്നുണ്ട്. പക്ഷെ പറയാണ് അതുവരെ അവനൊന്നും സംഭവിക്കാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് വരുണിൻ്റെ അമ്മ ആകപ്പാടെ കരഞ്ഞ് തളർന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം വാസവൻ വരുന്നുണ്ട്. നീ സങ്കടപ്പെടേണ്ട, എൻ്റെ മോനെ കൊന്നവനെ ഞാൻ വെറുതെ വിടത്തില്ല, അവനെയും ഞാൻ കൊല്ലും, അവൻ ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്നുള്ള കാര്യമൊക്കെ വാസവനാണെങ്കിൽ ഭാര്യയെടുത്ത് പറയുന്നുണ്ട്. അപ്പം ഭാര്യ പറയുന്നുണ്ട്, ഇനിയും പകയും പ്രതികാരമായിട്ട് നടക്കുന്ന എന്തിനാ? അന്നേ അവൻ പറഞ്ഞില്ലേ അവൻ ആരോടും വഴക്കും പ്രതികാരവും ഒന്നുമില്ലെന്ന്, അവൻ പുതിയൊരു ജീവിതം ആഗ്രഹിച്ചാണല്ലോ, അതും നടന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഭയങ്കര കരയാണ്. വാസവൻ പറയാണ്, എൻ്റെ മോനെ ജീവൻ നഷ്ടപ്പെടുത്തിയത്, ഇനി അവൻ ഈ ലോകത്ത് ജീവിക്കണ്ട എന്ന് വാസവൻ ഭയങ്കര പ്രതികാരത്തോടെ പറയുകയാണ്. അങ്ങനെ ഈ സമയത്താണെങ്കിൽ വേദയുടെ വീട്ടിലാണെങ്കിൽ വേദയാണെങ്കിൽ ശ്രീകാന്തിനെ ഇങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട്. വേദയ്ക്ക് ശ്രീകാന്തിൻ്റെ ഒരു സംശയമുണ്ട്. അങ്ങനെ ശ്രീകാന്താണെങ്കിൽ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. വേദ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രീകാന്താണെങ്കിൽ ആ ഫോണുമായിട്ട് പുറത്തു പോയി മാറി നിന്നു സംസാരിക്കുന്നത് വേദ കാണുന്നുണ്ട്. അപ്പം വേദയാണെങ്കിൽ അവിടെ വന്ന് നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ചന്ദ്രശേഖരനുമായിട്ടാണ് ശ്രീകാന്ത് സംസാരിക്കുന്നത്. ശ്രീകാന്ത് പറയാണ്, എത്രയും പെട്ടെന്ന് തന്നെ അവനെ കിട്ടിയിരിക്കണം, അവനെ ഇങ്ങനെ കിട്ടാതിരുന്നാൽ ശരിയാവത്തില്ല, നമ്മളെ പ്ലാനൊക്കെ പറഞ്ഞതുപോലെ നടക്കത്തില്ല, നമ്മളാണ് വരുണിനെ കൊന്നതെന്നെങ്ങാനും ആ വാസവൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവനും ആപത്താവും. ഇതുവരെ വാസവന് ഒരു സംശയമില്ല, ആ വിക്രത്തിന് നേരെ മാത്രമേ ഉള്ളൂ സംശയം. അവൻ ആ വിക്രത്തിന് കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുക തന്നെ ചെയ്യും. പക്ഷേ അവൻ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നത് നമുക്കതൊരു ആപത്താണ്. ഇടയ്ക്കെങ്ങാനും വെച്ച് വാസവന് തോന്നിയാലോ വിക്രമല്ല ഇത് ചെയ്തതെന്ന് ആരെങ്കിലും അയാളെ ബോധ്യപ്പെടുത്തിയാലോ. അതുകൊണ്ട് ഇനി ഇങ്ങനെ ദിവസങ്ങൾ നീണ്ടു പോകുന്നത് ശരിയാകത്തില്ല, എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തെ കിട്ടിയിരിക്കണം, ഇനി നമ്മുടെ ആൾക്കാരും കൂടെ ഇറങ്ങേണ്ട വന്നാൽ അത് തന്നെ ചെയ്യണം എന്ന് ശ്രീകാന്താണെങ്കിൽ ചന്ദ്രശേഖരൻ പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, മകൻ മരിച്ച സങ്കടത്തിൽ പ്രതികാരമായിട്ട് നടക്കുകയാണ്, വിക്രമൊന്നും അല്ല ഇത് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ അയാൾ നടക്കും, അതിലെങ്ങാനും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഭൂമിയിൽ കാണത്തില്ലെന്ന് ചന്ദ്രശേഖരനും പറയുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ വേദ അവിടെ നിന്ന് കേൾക്കുകയാണ്. ഇത് കേട്ട വേദ ആകപ്പാടെ ഞെട്ടുന്നുണ്ട്. അപ്പം വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വരുണിനെ കൊന്നത് ശ്രീകാന്താണെന്ന്. വിക്രത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്ത് വിക്രത്തെയും കൂടെ വാസവനെ കൊണ്ട് കൊല്ലിക്കുക, ഇതൊക്കെയാണ് ശ്രീകാന്തിൻ്റെ പ്ലാൻ എന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്.